അമേരിക്ക വിവിധ രാജ്യങ്ങളിൽ കടന്നു കയറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഇറാഖിൽ, പിന്നീട് അഫ്ഗാനിസ്ഥാനിലൊക്കെ അത് നമ്മൾ കണ്ടു. പക്ഷേ അമേരിക്ക സമീപകാലത്ത് എപ്പോഴെങ്കിലും തങ്ങളോട് ഒത്തുനിൽക്കുന്ന അല്ലെങ്കിൽ അതേ ലെവലിലുള്ള ഏതെങ്കിലും രാജ്യങ്ങളോട് ഏറ്റുമുട്ടിയതായി നമ്മൾ കണ്ടിട്ടില്ല. ചൈന അമേരിക്കയ്ക്കൊത്ത ഒരു എതിരാളിയാണ് എന്നുള്ളത് ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന രഹസ്യരേഖ വെളിപ്പെടുത്തുന്നത് അമേരിക്കയ്ക്ക് ചൈനയോടുള്ള ഭയമാണ്. അതായത് തായ്വാൻ ചൈനയുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട്. ഈ തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നു എന്നുള്ള ചൈനയുടെ വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് അമേരിക്കയുടെ ആയുധങ്ങളെ വെല്ലുന്ന ആയുധങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് എന്നുള്ള രഹസ്യരേഖ പുറത്തു വരുന്നത്. അമേരിക്ക ചിലവേറിയ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ ചിലവ് കുറഞ്ഞ അതിനേക്കാൾ ശക്തിയുള്ള ആയുധങ്ങൾ ചൈന വികസിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ രേഖയിൽ പറയുന്നത്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെയും ജെറ്റുകളെയും അതോടൊപ്പം തന്നെ ഉപഗ്രഹങ്ങളെ വരെ കവച്ചു വെക്കുന്ന ആയുധങ്ങൾ ചൈനയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ തായ്വാൻ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ചൈന അമേരിക്കയ്ക്ക് ചെക്ക് വെക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ രേഖ ന്യൂയോർക്ക് ടൈംസാണ് പുറത്തുവിട്ടത്. അജിംസ, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്കയുടെയും ചൈനയുടെയും സൈനിക ശക്തികൾ തമ്മിലുള്ള താരതമ്യം. അതോടൊപ്പം തന്നെ ഇത്തരം രേഖകൾ, ഇപ്പോൾ ഇത് മാത്രമല്ലോ, പല രേഖകളും ഇതുപോലെ അമേരിക്കയിൽ മാധ്യമങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ രേഖകൾ പുറത്തു വരുന്നത് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നു. ഈ രേഖകൾ പുറത്തു വന്നതിന് ശേഷവും ഇപ്പോൾ നമ്മുടെയൊക്കെ രാജ്യത്താണെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമായി മാറ്റുകയും അദ്ദേഹത്തെ രാജ്യദ്രോഹത്തിന് അല്ലെങ്കിൽ ആ സ്ഥാപന രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ അടച്ചുപൂട്ടപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ അവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നുമില്ല. അപ്പോൾ ഈ രേഖകൾ എങ്ങനെ പുറത്തു വരുന്നു? പുറത്തു വന്നിട്ടും എന്ത് പ്രതിഫലനമാണ് അത് ഉണ്ടാക്കുന്നത്? ഈ സൈനിക ശക്തികൾ തമ്മിലുള്ള താരതമ്യം, ഇതൊക്കെ എങ്ങനെ നമ്മൾ പറയും? ഒന്നാമത്തെ കാര്യം, ചൈനയും US തമ്മിലുള്ള സൈനിക ശക്തിയുടെ താരതമ്യം, അത് ഒരു ബഡ്ജറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയുടെ സൈനിക ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ചൈനയുടെ 3.5 ഇരട്ടിയുണ്ട്. അപ്പോൾ അത്രയും പണം അവരതിനു വേണ്ടി മുടക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു ഗ്ലോബൽ മിലിറ്ററി പവർ എന്ന നിലയിൽ അമേരിക്ക തന്നെയാണ് 1-ാം സ്ഥാനത്ത്. 2-ാം സ്ഥാനത്ത് ചൈന വരുന്നുള്ളൂ. അപ്പോൾ ആളെണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ ചൈനയായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ ടെക്നോളജി, ഒരു അഡ്വാൻസ് ടെക്നോളജി, അതുപോലെ അതിന് മുടക്കുന്ന പണം, ഇതെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അത്യാധുനിക വെപ്പണറി, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് മുമ്പിൽ. പക്ഷേ തായ്വാൻ വിഷയത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയെ കനത്ത തിരിച്ചടിയേൽപ്പിക്കാൻ ചൈനയ്ക്ക് കഴിയും എന്നാണ് ഈ പേപ്പർ, ലീക്കായ പേപ്പർ പറയുന്നത്. അതിന് ചൈന അതിശക്തമായത് അമേരിക്കയെ കവച്ചു വയ്ക്കുന്ന സൈന്യ ശക്തി ആയതുകൊണ്ട് മാത്രമല്ല. ഒന്ന്, അതിൻ്റെ ഒരു ജിയോഗ്രഫി പ്രധാനമാണ്. ചൈനയും തായ്വാനും 200 കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള 2 രാജ്യങ്ങളാണ്. തായ്വാൻ ഞങ്ങളുടേതാണ്, ചൈനയുടേതാണെന്ന് ചൈന കുറേ നാളായിട്ട് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു പോയിന്റ്, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു പോയിന്റ്. നമുക്കറിയാം, ഈ സൗത്ത് ചൈന സീ കേന്ദ്രീകരിച്ച് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഉരസലുകൾ, ഏറ്റുമുട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഉരസലുകൾ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. ജപ്പാനും ഫിലിപ്പീൻസും, ഈ 2 രാജ്യങ്ങൾക്കും ചൈനയുടെ കടന്നുകയറ്റത്തെ, ചൈന ഈ സൗത്ത് ചൈന സീയിൽ ചെറിയ ഐലൻഡുകളൊക്കെ വികസിപ്പിച്ച് അത് സൈനിക കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെ ഫിലിപ്പീൻസും ജപ്പാനും കുറേ നാളുകളായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആ ഒരു പ്രദേശത്ത്, ഇൻഡോ പസഫിക് മേഖലയിൽ ജപ്പാനും ചൈനയും തമ്മിലുള്ള നിരന്തര ഉരസലുകൾ, ഏതെങ്കിലും തരത്തിൽ ക്ലാഷ് എന്ന് പറയാൻ കഴിയില്ല, ചെറിയ ഉരസലുകൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നമുക്കറിയാം, ചൈനയും ജപ്പാനും തമ്മിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള വൈരമാണ്, പതിറ്റാണ്ടുകളായിട്ടുള്ള ശത്രുത അവർക്കിടയിലുണ്ട്. ഫിലിപ്പീൻസും ഈ പറയുന്ന ചൈനയുടെ ഒരു ഇൻകർഷൻ അവർക്ക് പ്രശ്നമാണ്, അവരതിനെ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഫിലിപ്പീൻസും ജപ്പാനും അമേരിക്കയുടെ സഖ്യശക്തികളുമാണ്. അപ്പോൾ തായ്വാൻ വിഷയത്തിൽ തായ്വാനുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷാവസ്ഥ കുറേ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റ് കാരിയേഴ്സ് ഉൾപ്പെടെയുള്ള വൻകിട യുദ്ധക്കപ്പലുകൾ തകർക്കാൻ ചൈനയ്ക്ക് കഴിയും. എന്ന് മാത്രമല്ല, ഗുവാം ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ മണിക്കൂറുകൾക്ക് ആക്രമിക്കാൻ കഴിയും. ജപ്പാനിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ കഴിയും. വലിയ തിരിച്ചടിയായിരിക്കും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുക എന്നാണ് ഈ ലീക്കായ പേപ്പറിലുള്ളത്. അതൊരു ഒരു നാണക്കേടോ മറ്റോ അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന കാര്യമല്ല. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക കുറേ കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അവിടെയുള്ള ക്ലാസിഫൈഡ് എന്ന് പറയപ്പെടുന്ന രഹസ്യ വിവരങ്ങൾ പോലും പിൽക്കാലത്ത് പുറത്തു വരാറുണ്ട്.
ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഒരു ഓൺഗോയിങ് ക്ലാഷ് അവിടെ നിലനിൽക്കെ, ഒരു ഓൺഗോയിങ് പ്രശ്നം അവിടെ നിലനിൽക്കെ ഈ വർഷം അവസാന മാസങ്ങളിലാണ് ഈ ഒരു റിപ്പോർട്ട് പെൻറ്റഗണിൽ ലഭിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ചോർന്നിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? നൗഫൽ സംശയിക്കുന്ന പോലെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച ന്യൂയോർക്ക് ടൈംസിനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. അങ്ങനെ ഉണ്ടാവില്ല. അവിടെ മാധ്യമങ്ങൾക്ക് കുറേ കൂടി ഭരണഘടനാദത്തമായ അവകാശങ്ങൾ മാധ്യമങ്ങൾക്കൂടെ ഉണ്ട്. ഇന്ത്യയെ പോലെയല്ല. ഇന്ത്യയിൽ ഒരു പൗരനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾക്കുള്ളൂ. അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയുടെ ഭരണഘടനയിൽ തന്നെ മാധ്യമങ്ങൾക്കുള്ള പ്രത്യേക അവകാശം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഭരണകൂടം ഒരിക്കലും മാധ്യമങ്ങൾ അതിൻ്റെ പേരിൽ വേട്ടയാടില്ല. പക്ഷേ വേട്ടയാടില്ല എന്ന് പറയുമ്പോൾ പോലും പ്രസിഡന്റ് ട്രംപ് നമുക്കറിയാം, ട്രംപിൻ്റെ ഒന്നാം ടൈമിലും രണ്ടാം ടൈമിലും മാധ്യമങ്ങളോട് വളരെ ഹോസ്റ്റൈലായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുക. എല്ലാ മെയിൻ സ്ട്രീം മാധ്യമങ്ങളോടും അദ്ദേഹം ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ തന്നെ നിങ്ങൾ ഏത് മാധ്യമത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചിട്ട് ഫേക്ക് ന്യൂസ് എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ നിയമപരമായൊരു നടപടി അവിടെ ഒരു എക്സിക്യൂട്ടീവ് നടപടി അവിടെ മാധ്യമങ്ങൾക്കെതിരെ ഭരണകൂടം എടുക്കാറില്ല. സാധാരണ എടുക്കാൻ കഴിയുമില്ല, ലീഗലി എടുക്കാനും കഴിയില്ല ഇങ്ങനെയൊരു വിവരം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ. പക്ഷേ ഇതെന്തിനാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്ന നൗഫലിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പല കാരണങ്ങളാൽ പല വിവരങ്ങൾ പുറത്തു വരും. ഇപ്പോൾ അമേരിക്ക സൈനികമായിട്ട് ഒരല്പം ദുർബലമാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അമേരിക്ക കുറച്ചുകൂടി ആയുധങ്ങൾ വാങ്ങണമെന്നാണ്. അതായത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ ചൈനയെ തോൽപ്പിക്കാൻ ഉതകുന്നതല്ല എന്നൊരു റിപ്പോർട്ട് വന്നു തന്നെ ഇരിക്കട്ടെ. ആ റിപ്പോർട്ട് വന്നാൽ അതിൻ്റെ അർത്ഥം ഉടൻ തന്നെ അമേരിക്ക കുറച്ച് ഫൈറ്റർ ജെറ്റുകൾ കൂടി വാങ്ങണം, ഉണ്ടാക്കണം, അല്ലെങ്കിൽ വാങ്ങണം, അല്ലെങ്കിൽ കാശ് മുടക്കണം. അത് ആർക്ക് വേണ്ടിയാണ്? അവിടുത്തെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് വേണ്ടിയാണ്. അവരത്രമാത്രം അമേരിക്ക മുടക്കുന്ന പോലൊരു പൈസയും അത്രയും പണം ആരും മുടക്കുന്നില്ല അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ. പക്ഷെ അത് എല്ലാം സ്വകാര്യ മേഖലയിൽ കൂടിയാണ്. അപ്പോൾ സ്വകാര്യ കമ്പനികളുടെ താല്പര്യം, ഈ ആയുധ നിർമ്മാതാക്കളുടെ താല്പര്യം ആണ് പലപ്പോഴും അമേരിക്കയുടെ പല മിലിറ്ററി ലീക്സ്, പല സെക്യൂരിറ്റി ലീക്സിനും പിന്നിലുള്ളത് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇത് പുറത്തു വന്നതിൻ്റെ കാരണം ചൈനയുടെ ചില മിസൈലുകൾ, ആ മിസൈലുകൾ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഓരോ വെപ്പണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക തന്നെ മുമ്പിൽ നിൽക്കുമ്പോഴും അമേരിക്കയുടെ ഫൈറ്റർ കാരിയേഴ്സ് ആയിട്ടുള്ള വലിയ യുദ്ധക്കപ്പലുകളെ തകർക്കാൻ ചൈനയുടെ ഇന്ന മിസൈലുകൾക്ക് കഴിയും എന്നുള്ളതാണ് അതിൽ ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിൽ. അപ്പോൾ അതുപോലെ മിസൈലുകളുണ്ടെങ്കിൽ ആ മിസൈലുകൾ തടയാനാവശ്യമായ മറു മിസൈലുകൾ അമേരിക്കയ്ക്ക് വേണ്ടേ എന്നൊരു ചോദ്യം അമേരിക്കയുടെ ഭരണകൂടത്തിന് മുമ്പിൽ ആയുധ നിർമ്മാതാക്കൾ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ലീക്ക് ഉണ്ടായിട്ടുണ്ടാവുക. നമുക്കറിയില്ല. പക്ഷേ ഇതിൽ ചൂണ്ടിക്കാട്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ഗ്ലോബൽ യുദ്ധം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അത്തരം ഒരു യുദ്ധം ചൈനയോ അമേരിക്കയോ ആഗ്രഹിക്കുന്നില്ല. എന്ന് മാത്രമല്ല, സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരു ട്രേഡ് വാറുണ്ട്. ആ ട്രേഡ് വാർ പോലും സാമ്പത്തിക യുദ്ധമാണ്. ആ സാമ്പത്തിക യുദ്ധം പോലും വളരെ പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പാക്കാനാണ് രണ്ട് രാജ്യങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരസ്പരമുള്ളൊരു ഏറ്റുമുട്ടൽ സാധ്യമല്ല. ഏറ്റുമുട്ടലിന് സാധ്യതയുള്ളൊരു മേഖല എന്ന് പറയുന്നത് സൗത്ത് ചൈന സീ ആണ്. അവിടെ പക്ഷേ ചൈനയ്ക്കാണ് മേൽക്കൈ എന്ന് അമേരിക്ക സമ്മതിക്കുന്നു, ആഭ്യന്തരമായി സമ്മതിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതിപ്പോൾ അതിൻ്റെ കാരണം ചൈന വലിയ ശക്തിയായി തങ്ങളെ മറികടന്നു എന്നുള്ള ആശങ്കയല്ല അമേരിക്കയെ സംബന്ധിച്ച്. ആ ജിയോഗ്രഫിക്കലി അവർക്കുള്ളൊരു അഡ്വാൻറ്റേജ്, അവർക്കുള്ളൊരു മേൽക്കൈ ആണ് അത് സൂചിപ്പിക്കുന്നത്. ആ പ്രദേശം ചൈനയ്ക്ക് അനുകൂലമാണ്. അവിടെ യുദ്ധം നടന്നാൽ അത് അമേരിക്കയ്ക്ക് അനുകൂലമല്ല, ചൈനയ്ക്ക് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഒന്ന്. രണ്ട്, ചൈനയുടെ ആക്രമണം അത് പലതരത്തിലുള്ള പല തലങ്ങളിലുള്ള ആക്രമണമാണ്. ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം, ഈ പറയുന്ന മിസൈലുകൾ ഉപയോഗിച്ചുള്ള യുദ്ധവാഹിനികളായ കപ്പലുകളെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഒരു കമാൻഡ് സെക്ഷൻ ഉണ്ട്. അമേരിക്കയുടെ കമാൻഡ് സെക്ഷനെ നിഷ്പ്രഭമാക്കി കളയാൻ, അമേരിക്കയുടെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും എന്താണ് പറയുക, വേസ്റ്റാക്കി കളയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സൈബർ വാർഫെയർ, അതുപോലെ സാറ്റലൈറ്റ് വാർഫെയർ, ഇതൊക്കെ ചൈന ചെയ്യും. ചൈന വളരെ അമേരിക്ക നേടിയിട്ടുള്ള എല്ലാ സാങ്കേതിക മുന്നേറ്റങ്ങളെയും നിഷ്പ്രഭമാക്കാനുള്ള മറുമരുന്ന് ചൈനയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒരു അമേരിക്കൻ ഭരണകൂടത്തെ, അമേരിക്കൻ എക്സിക്യൂട്ടീവിനെ അമേരിക്കയുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് കുറേ കൂടി മുന്നോട്ട് പോകണം, കുറേ കൂടി ആയുധം ഉണ്ടാക്കണം, കുറേ കൂടി റിസർച്ച് ചെയ്യണം, ചൈനയുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് കുറേ കൂടി അറിവ് വേണം, അതിന് നമുക്ക് മറുമരുന്ന് നമുക്കുണ്ടാക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രമേ ഈ ലീഗിനെ കാണാൻ കഴിയൂ. എനിക്ക് വാർത്ത വായിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം അതിൽ പറയുന്നുണ്ട്, അമേരിക്കയുടെ ചിലവേറിയ ആയുധങ്ങൾക്ക് പകരമായി അവർ വില കുറഞ്ഞ എന്നാൽ അതിനേക്കാൾ ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചൈനീസ് ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ നമ്മളെന്താ പറയുക, വില കുറഞ്ഞ, ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നം എന്നാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ
ആയുധങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല ചൈന ചെയ്യുന്നത്. അല്ല, ചൈനയെ നമ്മൾ കാണേണ്ട കാര്യമേ. ചൈന ഇപ്പോൾ ഈ സാങ്കേതികതയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എല്ലാ ദിവസവും ഒന്നോണം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. പുതിയ പുതിയ ടെക്നോളജി, സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്യുന്നതിന് അതിവേഗം സഞ്ചരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ സാങ്കേതികവിദ്യ അഡോപ്റ്റ് ചെയ്യുകയും അത് ഉപയോഗിച്ചുകൊണ്ട് സംഗതികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മനുഷ്യർക്ക് ഒരു ദിവസം ജീവിക്കാൻ എന്തൊക്കെ സാധനം വേണം, അത് ചൈന ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോഴാണ് ഇതുകൂടെ വേണമല്ലോ ജീവിക്കാൻ നമുക്ക് തോന്നുക. ആ നിലയ്ക്ക് ഇന്നോവേഷൻസ് നടക്കുന്ന പറയാം, പുറംചെറിയുന്ന കോല്. ഫാനിന്റെ ലീഫ് തുടയ്ക്കുന്ന സംഗതി. ഈ അവര് ടെക്നോളജി അത്ര വേഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സംഗതി ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അതിന് ടെക്നോളജി അവർ വേഗത്തിൽ ബിൽഡ് ചെയ്യുന്നു. അത് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ, ഒരു കപ്പൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ ഒരു കപ്പൽ ഉണ്ടാക്കി കഴിയും. അതാണ് അവരുടെ. അതുകൊണ്ട് കോവിഡ് സമയത്ത് അവർ ആശുപത്രി ഉണ്ടാക്കി നമ്മൾ കാണുന്നുണ്ട്. എല്ലാ സംഗതികളും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന വ്യാവസായികമായ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ള വളർച്ച പ്രധാനപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഫ്ര അത്ര വലുതാണ്. ഏത് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, അത് കപ്പൽ ഉണ്ടാക്കാനായാലും മിസൈൽ ഉണ്ടാക്കാനായാലും ഫാൻ തുടയ്ക്കുന്ന ബ്രഷ് ഉണ്ടാക്കാനായാലും അതിൻ്റെ ഇൻഫ്ര അത്രയും വലുതാണ്. അതിൻ്റെ ഒരു ടോട്ടൽ കൾച്ചർ എന്ന് പറയുന്നത് ഇത്രയും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട നിലയ്ക്ക് അത് വികസിപ്പിക്കാൻ കഴിയുന്ന ഹ്യൂമൻ റിസോഴ്സും ഉണ്ട്, അതിന് ടെക്നോളജിയും ഉണ്ട്, അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു ഘടകമായി കാണേണ്ട കാര്യം. അപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണ്? ആ ചോദ്യം തന്നെ ഒരർത്ഥത്തിൽ നിരർത്ഥകമാണ്. ഇപ്പം ഫലസ്തീനും അമേരിക്കയും തമ്മിലൊരു ഫൈറ്റ് നടക്കുമ്പോൾ ശക്തമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് ഓഫ് കോഴ്സ്. കാരണം ഫലസ്തീൻ്റെ കയ്യിൽ ഒന്നുമില്ല. അല്ലെങ്കിൽ അമേരിക്കയും വേറെ ഏതെങ്കിലും ആഫ്രിക്കൻ ചാഡ് പോലുള്ള രാജ്യങ്ങളുമായി യുദ്ധം നടത്തും. ആരാണ് ശക്തി എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് ശക്തി. പക്ഷേ ഒരു ലെയർ അങ്ങോട്ട് കടന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആണവ സമ്പത്ത് കയ്യിലുള്ള, വലിയ മിലിറ്ററി പവറുള്ള, കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിലേതാണ് ശക്തിയുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ മിസൈലിൻ്റെയും കപ്പലിൻ്റെയും എണ്ണം വെച്ച് നോക്കിയിട്ട് പറയാൻ പറ്റും അവരാണ് വലുതെന്ന്. പക്ഷെ ശരിക്കും മീനിങ് ഫുള്ളായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ശക്തിയില്ല. ആധുനിക കാലത്ത് ഒരു പരമമായ ശക്തി എന്നൊരു സംഗതിയില്ല. കാരണം ലോകം മുടിക്കാനുള്ള സാധനങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ട്. ലോകം ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ നമ്മുടെ റീജിയൻ നശിപ്പിച്ച് കളയാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെക്കാൾ വലിയ ശക്തി ഉണ്ടെന്ന് ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ടോ? അണുബോംബ് കയ്യിലുണ്ടെങ്കിൽ പരമമായ ശക്തി എല്ലാവരും ആർജിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്നൊരു സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ലെയർ കഴിഞ്ഞാൽ പിന്നെ ഇല്ല. പിന്നെ ദീർഘദൂരം, അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള യുദ്ധം ഉണ്ടാവുമല്ലോ. ഒരു ബോംബ് ഇട്ടു, രണ്ടാമത്തെ ഇട്ടു, മൂന്നാമത്തെ ഇട്ടു, അങ്ങനെ ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ദീർഘകാലം നിൽക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതാണ്? അത് പൈസ കയ്യിലുള്ള രാജ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അമേരിക്ക നമ്മളെക്കാൾ മുന്നിലാണ്. അല്ലാതൊക്കെ നോക്കിയാൽ അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ശക്തി. അവരോട് മുട്ടാൻ പോയാൽ അവരെല്ലാവരും നശിപ്പിക്കും. അവരോട് മുട്ടാൻ പോയാൽ കൊള്ളാവുന്ന രാജ്യമായിട്ട് യുദ്ധം ചെയ്താൽ അമേരിക്കയും തകരുമെന്നാണ് യാഥാർത്ഥ്യം. അമേരിക്കയാണോ ചൈനയാണോ ലോകത്തെ ഏറ്റവും ശക്തിയുള്ള രാജ്യമെന്ന് ചോദിച്ചാൽ ചൈനയെക്കുറിച്ച് നമുക്ക് അറിയില്ല സത്യത്തിൽ. അതാണ് ഒരു യാഥാർത്ഥ്യം. ചൈനയിൽ നടക്കുന്നത് എന്താണെന്ന് ചൈന ആഗ്രഹിക്കാത്ത ഒരു കാര്യവും പുറത്തു വരത്തില്ല. ചൈനയുടെ പ്രത്യേകത അതാണ്. അമേരിക്കൻ പെൻറ്റഗൺ റിപ്പോർട്ട്സ് അവിടുത്തെ ന്യൂയോർക്ക് ടൈംസിൽ പുറത്തു വരും. ചൈനയിൽ അത് വരില്ല. അതാണ് കാണേണ്ട കാര്യം. അമേരിക്ക ലോകത്തെ സകലമാന കോൺഫ്ലിക്റ്റിലും ഇടപെടുന്ന ഒരു രാജ്യമാണ്. എല്ലാ ആഭ്യന്തര സംഘർഷങ്ങളിലും ഇടപെടും, എല്ലായിടത്തും കൊണ്ട് ബോംബിടും. അപ്പോൾ അമേരിക്ക നിരന്തരമായി അമേരിക്കയുടെ മിലിറ്ററി പവറും അമേരിക്കയുടെ ഓപ്പറേഷൻസും വാർത്തകളും നിറഞ്ഞു നിൽക്കുകയും നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നതുമാണ്. ചൈന ഒരു കോൺഫ്ലിക്റ്റിൽ ഇടപെടത്തില്ല. ചൈന അവരുടെ വ്യാപാരം എന്ന് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചല്ലാതെ ഒരു കോൺഫ്ലിക്റ്റിലും അനാവശ്യമായി ഇടപെടുന്ന രാജ്യമല്ല. അനാവശ്യമായി നമ്മുടെ ഒരു ആയുസ്സിൽ നമ്മൾ ചൈന നടത്തുന്ന ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം, ഒരു മോഡറേറ്റായ യുദ്ധം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതേസമയം ചൈനയുടെ കാര്യത്തിൽ അഡമൻ്റായി നിൽക്കേണ്ട പൊസിഷനിൽ, അതിപ്പോൾ അവർ ടിബറ്റിൻ്റെ കാര്യത്തിൽ, തായ്വാൻ്റെ കാര്യത്തിൽ അവർ അഡമൻ പൊസിഷനാണ്. അവരാരെയും ആ കാര്യത്തിൽ ഇടപെടാൻ സമ്മതിക്കത്തില്ല. ഞങ്ങളുടെ പോയിന്റിനകത്ത് ഞങ്ങൾ നിൽക്കുമെന്ന വാശി അവർക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസം മുമ്പാണ് അവരുടെ 80ാം വാർഷികമായിട്ട് ബീജിങ്ങിൽ അവർ നടത്തിയിട്ടുള്ള മിലിറ്ററി പരേഡ്. ലോകം ഉറ്റുനോക്കിയ ഭയങ്കരമായ ഇവൻ്റായിരുന്നു. ചൈന പ്രദർശിപ്പിച്ച ആയുധങ്ങളും അവരുടെ മിലിറ്ററി പവറിൻ്റെ ശേഷി എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലം കൊണ്ട് ചൈന സത്യത്തിൽ ആണവ പോർമുനകൾ അമേരിക്കയ്ക്ക് അടുപ്പിച്ചുണ്ടായിക്കൊണ്ടിരിക്കുക. നമ്പറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് മിസൈലുകളുടെ കാര്യം എടുത്താൽ മറ്റ് ലോകത്തെ പല വൻകിട രാജ്യങ്ങളെക്കാളും കൂടുതൽ നമ്പർ അവരുണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൈനിക ശേഷി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഈ പറഞ്ഞ വിമാനവാഹിനി കപ്പലുകളാണ്. അമേരിക്കയുടെ കയ്യിലുള്ള മുഴുവൻ വിമാനവാഹിനി കപ്പലുകളെയും ഒരു ഫുൾ ഫ്ലഡ്ജ് യുദ്ധം വന്നാൽ തകർത്ത് കളയാൻ കഴിയുന്ന ടോർപിഡോ സംവിധാനം ഓൾറെഡി ചൈന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം അവർ യുദ്ധം ചെയ്യേണ്ടി വരിക അമേരിക്കയ്ക്കെതിരായിട്ടാണെന്ന് കണക്കൂട്ടാണ്. ടാർഗറ്റ് അമേരിക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ചൈനയും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ചൈനയ്ക്ക് മേലൊരു ആധികാരികമായ വിജയം നേടാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ചൈനയുടെ കൂടെ ഒരു യുദ്ധം വലിയ തോതിൽ വികസിച്ചാൽ ചൈന ഒറ്റയ്ക്കായിരിക്കില്ല. റഷ്യ അവരുടെ പൊസിഷൻ എന്തായിരിക്കും നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഉത്തര കൊറിയ അവരുടെ പൊസിഷൻ എന്തായിരിക്കും? ഇറാൻ അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? പാകിസ്ഥാൻ അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കും? അതൊരു യുദ്ധമായിരിക്കില്ല. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരിക്കില്ല. എന്ന് മാത്രമല്ല അതൊരു വലിയ യുദ്ധമായിട്ട് വികസിക്കുകയും ചെയ്യും. അപ്പോൾ ചൈനയുടെ കയ്യിൽ ആയുധങ്ങൾ എന്തുമാത്രമാണെന്ന് ചോദിച്ചാൽ ഈ സൂപ്പർസോണിക് മിസൈലുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അന്തർവാഹിനികളും ടോർപിഡോകളും ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ആ രാജ്യം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ടെക്നോളജി കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ്. ഇപ്പോൾ അവർക്കില്ലാത്തൊരു S-400 എന്ന് പറഞ്ഞൊരു മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. അത് ഉണ്ടാക്കുന്നത് റഷ്യയാണ്.
അപ്പോൾ ആ മിസൈൽ പ്രതിരോധ സംവിധാനം അവരാണ് ഏറ്റവും ആദ്യം കൂടുതൽ വാങ്ങിച്ച രാജ്യം. ഇപ്പോൾ അതിന് അനുഗുണമായിട്ടുള്ള സംഗതി ഓൾറെഡി അവർ തന്നെ സ്വയം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ ബുദ്ധിമുട്ടും. അങ്ങനെ ഒരു യുദ്ധത്തിന് ഒരു നിലയ്ക്കും അമേരിക്ക ഇറങ്ങി പുറപ്പെടുമെന്ന് വിചാരിക്കാൻ വയ്യ. കാരണം അമേരിക്കൻ ഡിഫൻസ് വിദഗ്ധർ തന്നെ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ വിനാശം ഉണ്ടാകുന്നതായിരിക്കും ചൈനയുമായിട്ടുള്ള നമ്മുടെ യുദ്ധം. കാരണം നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അപ്പോൾ സ്പോട്ടിൽ കത്തിത്തീരും. കൂടുതൽ സംഗതികൾ പമ്പ് ചെയ്യേണ്ടി വരും. നമുക്ക് യുക്രൈൻ യുദ്ധത്തിന് നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, പതിയെ ഇങ്ങനെ കൊടുത്താൽ മതി. അതുപോലെ ആയിരിക്കില്ല ചൈനയായിട്ടുള്ള യുദ്ധം. ഇറക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ടക്ക് എന്ന് പറയുന്ന സംഗതി തീരും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണോ ചൈന യുദ്ധത്തിലെടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണ്? കുറഞ്ഞ ചിലവിൽ കൂടുതൽ നശീകരണ ആയുധങ്ങൾ ഉണ്ടാക്കുക. അതിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിൽ സീരിയസ് ആയിട്ടുള്ള ത്രെട്ടിനെ അവർ കാണുന്നുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതെവിടെയാണ് യുദ്ധം ഉണ്ടാവും? അമേരിക്കയും ചൈനയും തമ്മിൽ 2 റീജിയനിൽ കിടന്ന രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ തായ്വാനാണ് പറഞ്ഞ കാര്യം. തായ്വാനിലേക്ക് 2027 തായ്വാൻ പൂർണ്ണതോതിൽ പിടിച്ചെടുക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഈ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൈന. 2027 അവരത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്താണ് യുദ്ധം ഡെവലപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ നമ്മൾ നോക്കിയാലും ഇപ്പോൾ ചൈന രാവിലെ ഒരു ഫുൾ പടയുമായി ഇറങ്ങി തായ്വാനിനെ പിടിച്ചെടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, ഒപ്പം ചേർക്കണമെന്നും ആഗ്രഹമുണ്ട്. അതൊരു വലിയ ഹോട്ട് ടോപ്പിക്കായിട്ട് ലോകത്തുണ്ട്. പക്ഷേ ചൈന അതിന് ഇറങ്ങിപ്പെടുമെന്ന് വിചാരിക്കാൻ വയ്യ. ചൈന ഒരു യുദ്ധം സത്യത്തിൽ എവിടെയും ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഒരു യുദ്ധം അവർ ആഗ്രഹിക്കുന്നില്ല. അവർ വ്യാപാര യുദ്ധം പോലും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർ ഒരു വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ഇൻവേഷനിലേക്കൊക്കെ കടക്കാൻ പതിയെ അങ്ങനെ ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. അല്ലാതെ മൊത്തം തോക്കും ബോംബുമായി ഇറങ്ങുക, യുക്രൈന് മേൽ അമേരിക്ക നടത്തുക, ക്രിമിയ, ആ മോഡൽ ഒരു ആക്രമണത്തിന് ഒരു നിലയ്ക്കും ചൈന തയ്യാറാവുന്നു വയ്യ. അങ്ങനെ ശ്രമിച്ചാൽ അത് ഫിനാൻഷ്യലി ചൈനയെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. അവരുടെ എക്സ്പോർട്സിനെ ബാധിക്കും, അവരുടെ കച്ചവടത്തെ ബാധിക്കും. അവരെന്താണോ അവരുടെ കാണുന്ന എക്കണോമിയെക്കുറിച്ചുള്ള സ്വപ്നം അതിനെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചൈന ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം 2027 തായ്വാനെതിരെ നടത്താൻ പോവുകയാണ് എന്ന് വിചാരിക്കാൻ വയ്യ. പക്ഷെ അമേരിക്ക എപ്പോഴും ഒരു ത്രെട്ടായിട്ട് തന്നെ കാണുന്നുണ്ട് ചൈന കടന്നു കയറുമെന്നത്. അപ്പോൾ അതിനകത്ത് ഒരു പക്കാ വാർ ആണ് അവരുടെ മുമ്പിലുള്ള റിയാലിറ്റി എങ്കിൽ അതിൽ അമേരിക്കയ്ക്ക് പേടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റേതെങ്കിലും രാജ്യങ്ങളുമായിട്ടുള്ള കോർക്കാൻ പോകുന്നവരായിരിക്കില്ല. അതിനകത്ത് നല്ലപോലെ ബുദ്ധിമുട്ടും. അതിലിപ്പോൾ ശരിയാണ്, അവിടുത്തെ വെപ്പൺ ഇൻഡസ്ട്രിയെ ചലിപ്പിക്കാൻ കഴിയുന്ന വാർത്തയാണെങ്കിൽ കൂടിയും അതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും.